കാറ്റേ കാറ്റേ പൂങ്കാറ്റേ നമ്മുടെ നബിയുടെ പേരെന്ത്? നമ്മുടെ നബിയുടെ പേരാണ് മുത്തു മുഹമ്മദ് സല്ലല്ലാഹ്. കിളിയേ കിളിയേ പൈങ്കിളിയേ അന്തരസോല് നാടെവിടെ? അന്തരസോല് നാടാണ് മക്ക തിരുനാമം. തത്തേ തത്തേ പൂന്തത്തേ നമ്മുടെ നബിയുടെ പേരെന്ത്? നമ്മുടെ നബിയുടെ പേരാണ് അബ്ദുല്ലാഹ് തിരുനാമം. കിളിയേ കിളിയേ പൈങ്കിളിയേ നമ്മുടെ നബിയുടെ ഉമ്മയുടെ പേരെന്ത്? നമ്മുടെ നബിയുടെ ഉമ്മയുടെ പേരാണ് ആമിന എന്നൊരു പൂനാമം. അസ്സലാമലൈക്കും. അന്നോട് നാളെ മക്കത്ത് വന്നു പിറന്നൊരു പൂമുത്ത് ആമിന ബീബി മണിയായി അബ്ദുല്ലാഹ് തൻ കൺമണിയായി മുത്തു മുഹമ്മദ് മുസ്തഫ മന്നാന്തയാത്തൻ നൂറുല്ലാഹ് മാനവലോകം വാഴ്ത്തി നബി മാനവമോചനം തന്ന നബി. അന്നൊരു നാളിൽ മക്കത്ത് വന്നു പിറന്നൊരു പൂമുത്ത് ആമിന ബീബിയുടെ മണിയായി അബ്ദുല്ലാഹ് തൻ കൺമണിയായി. അസ്സലാമലൈക്കും. അല്ലാഹ് അല്ലാഹ് അല്ലാഹു നമ്മുടെ റബ്ബാണല്ലാഹു. നമ്മി പടച്ചവനല്ലാഹു അന്നം തന്നവനല്ലാഹു. എല്ലാം അറിയും അല്ലാഹു, എല്ലാം കാണും അല്ലാഹു. സർവശക്തനും അല്ലാഹു, ഏക ഇലാഹാണല്ലാഹു, ഏക മഹാനാണല്ലാഹു. അല്ലാഹ് അല്ലാഹ് അല്ലാഹു നമ്മുടെ റബ്ബാണല്ലാഹു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, കൂട്ടുകാരെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. ലോകമെമ്പാടും സന്തോഷിക്കുന്ന ഈ സുന്ദര ദിനത്തിൽ ഞാൻ നിങ്ങളോട് രണ്ടു വാക്ക് പറയട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മോചിപ്പെട്ടതാണല്ലോ ഖുർആൻ. അതെപ്പോൾ നമ്മൾ പാരായണം ചെയ്യണം. ഒരു ഹർക്കത്തോടെ 10 പ്രതിഫലം നമുക്ക് ലഭിക്കും. ഇത്രയും പറഞ്ഞ് ഒരു കൊച്ചു പ്രസംഗം അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാത്ത് സൽസാരം സയ്യിദാന ഐദൽ ഖയ്യൂമിന്റെ മഹബൂബാൻ ആശിമുലത്തിന്റെ മഹബൂബാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഒരു നാളെ റസൂല് വരും അന്റെ സ്വപ്നത്തിൽ വന്നണയും. ഒരു നാളെ റസൂല് വരും അന്റെ സ്വപ്നത്തിൽ വന്നണയും. തിരുസ്നേഹമില്ല അന്റെ കാത്തിരിപ്പ മലർപൂമ്പ ദശ
ചീത്ത പറയരുത്, ഉപ്പയെ ചീത്ത പറയരുത്. ഉമ്മയും ഉപ്പയും വയസ്സായ അവരെ നമ്മൾ വെറുക്കരുത്. അസ്സലാമലൈക്കും. സ്നേഹത്തിൻ്റെ കരമൻ താരകപൂർത്താനബി, സത്യത്തിൻ തേരിലൊരു ചന്ദ്രമുഖം ത്വാനബി, കൽബിൻ്റെ ഉള്ളിലൊരു കനകനബി എൻ്റെ നബി, കരുണ്യാക്കൾ പടവിൽ കൈപിടിച്ച കാമൻ നബി, സ്നേഹത്തിൻ്റെ കരമൻ താരകപൂർത്താനബി, സത്യത്തിൻ തേരിലൊരു ചന്ദ്രമുഖം ത്വാനബി. അലങ്ങൾ പാടിടുന്ന മധുകളിൽ മുത്തുനബി, അരമ്പത്തോടെ മനസ്സോതിടുന്ന നാമനബി, അലങ്ങൾ പാടിടുന്ന മധുകളിൽ മുത്തുനബി, അരമ്പത്തോടെ മനസ്സോതിടുന്ന നാമനബി, ജനത്തിൻ 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 വാതിലൊരു തങ്കനബി ഇസ്മനബി, ജലജലാലിന് ആർച്ച് കണ്ട ജിസ്മനബി, ജനത്തിൻ 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 വാതിലൊരു തങ്കനബി ജിസ്മനബി, ജലജലാലിന് ആർച്ച് കണ്ട ജിസ്മനബി, സസബിയോതി സലാമത്തൊരുളി സുഗതനബി, സരസം പൂർണ്ണ കലാം ചൊല്ലി തന്ന ആറ്റനബി, സസബിയോതി സലാമത്തൊരുളി സുഗതനബി, സരസം പൂർണ്ണ കലാം ചൊല്ലി തന്ന ആറ്റനബി, ഉമ്മത്തിൻ ഉമ്മത്തിൻ ഷാഫിയൊരു ഷാഹിദൊരു സത്യനബി, ഉന്നതമർത്തബയിൽ പാറി വരും നൂറ് നബി, സ്നേഹത്തിൻ തെൻകരമൻ താരകപൂർത്താനബി, സത്യത്തിൻ തേരിലൊരു ചന്ദ്രമുഖം ത്വാനബി. അസ്സലാമു അലൈക്കും. ആറ്റലായ തേനിലാവ് ആരംഭപ്പൂവായി, മുത്ത് ആമിനത്തൻ തേൻകനിയായി, വന്ന നൂറുള്ള മക്കയിൽ ഉദിച്ച നൂറ് സ്നേഹം ചൊരി തേനിലാവ് ആലമിൽ അറിവ് വന്ന റസൂല് മക്കയിൽ ഉദിച്ച നൂറ് സ്നേഹം തേനിലാവ് ആലമിൽ അറിവ് പകർന്ന് വന്ന റസൂല് സത്യദീന് മാർഗം കാട്ടി ആലമാക്കി നന്മയോതി അറിവ് നൽകും പാത കാട്ടി ത്വാഹ വന്നല്ലോ സത്യദീനിൻ മാർഗം കാട്ടി ആലമാകെ നന്മയോതി അറിവ് നൽകും പാത കാട്ടി ത്വാഹ വന്നല്ലോ ആറ്റലായ തേനിലാവ് ആരംഭപ്പൂവായ, മുത്ത് ആമിനത്തൻ തേൻകനിയായി, വന്ന നൂറുള്ള. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അന്നൊരു നാളിൽ മക്കത്ത് അത്ഭുതവാരൻ പിറന്നല്ലോ, ആമിന ബീവിക്കോമനിയായി, അബ്ദുള്ള തൻ കൺമനിയായി, മുത്ത് റസൂൽ ജന്മദിനം, എല്ലാവർക്കും സന്തോഷദിനം. പാട്ടുകൾ പാടി മധുഹുകൾ ഓതി സന്തോഷിക്കൂ കുട്ടികളെ. അന്നൊരു നാളിൽ മക്കത്ത് അത്ഭുതവാരൻ പിറന്നല്ലോ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. ആദരവ്, ബഹുമാനം എന്നീ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, സ്വർഗത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞ ഒരാളായിരുന്നല്ലോ ഇബ്ലീസ്. അവനെ അള്ളാഹു പുറത്താക്കി. മഹാനായ ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ അവൻ വിസമ്മതിച്ചു. അതായിരുന്നു കാരണം. മാത്രവുമല്ല, അവൻ അള്ളാഹുവെ ധിക്കരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, നമുക്ക് ഇതിലേറെ പഠിക്കാനുണ്ട്. ബഹുമാനം ഏറ്റവും ആവശ്യമാണെന്നും
അതിന് കൂട്ടാക്കാത്തവൻ എത്ര ഉയർന്ന സ്ഥാനത്തിരുന്നാലും അവന്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്നുമാണ്. അസ്സലാമലൈക്കും. അകലെയാണു മദീന, അവിടെയാണു നബീന, സുഹൃത്തം ചൊല്ലി സുവനമില അണച്ചിടേണ റഹീമേ, ത്വാഹയെന്നും എൻ്റെ കനം ചോലത്തേത്തിടും താമരപ്പൂവഴകുള്ള ത്വാഹ സയ്യിദി, മദഹിയുദ്യ കലമിലെ മഷത്തേന്ന് പോയി നൂറെ, കനവിലായി വന്നിടുവാൻ തേനിടുന്ന പൂവെ, അകലെയാണു മദീന, അവിടെയാണു നബീന, സുഹൃത്തം ചൊല്ലി സുവനമിലെ അണച്ചിടേണ റഹീമേ, ത്വാഹയെന്നും എൻ്റെ കനം ചോലത്തേത്തിടും താമരപ്പൂവഴകുള്ള ത്വാഹ സയ്യിദി, മദഹിയുദ്യ കലമിലെ മഷത്തേന്ന് പോയി നൂറെ, കനവിലായി വന്നിടുവാൻ തേനിടുന്ന പൂവെ. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സല്ലല്ലാഹു സല്ലല്ലാഹു യാ ഹബീബല്ലാഹ്, സല്ലല്ലാഹു സല്ലല്ലാഹു യാ ഹബീബല്ലാഹ്, ആഹിറരെ ഹാത്തിമരെ ആദരവിൽ പൂത്തമലരെ, ഖുറൈശി സാരിദി ഉലകിലെ സ്നേഹവാരിദി, ഖുറൈശി സാരിദി ഉലകിലെ സ്നേഹവാരിദി, പ്രണയകൃതികൾ അതിലെ വരികൾ അകമിലറിയും നൂറ് സ്മൃതികൾ, ഹബീബ് സല്ലല്ലാഹു ഹബീബ് യാ റസൂലല്ലാഹ്, ഹബീബ് സല്ലല്ലാഹു ഹബീബ് യാ റസൂലല്ലാഹ്, നൂറേ ഉദാ നൂറേ ഉദാ നൂറൽ അമീനെ ഉദാ, നൂറേ ഉദാ നൂറേ ഹുദാ നൂറൽ അമീനെ ഹുദാ, വേർപാട് നുണഞ്ഞൊരു യതീം വേദം പുകളോതിയ ഹാത്തീം, ആ പുകളൊഴുകുന്നീതോം സത്യശീലേ സൽസബീലേ യാ റസൂലേ യാ റസൂലേ, ഇഷ്കിന്റെ ആജബ് ഇക്റഹ് ഉണരല്ലേ, ഇഷ്കിന്റെ ആജബ് ഇക്റഹ് ഉണരല്ലേ. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ആകെ പാടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ്, ആരാധനയ്ക്കർഹനീയനാണെന്ന സന്ദേശം നൽകിയ മാനവർക്കായെന്ന നീർവഴി കാട്ടിയ മക്കത്തൂതിത്ത ഹബീബുള്ളാഹ്, മംഗകൾ കുത്തമി ആമിന ബീവി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ്, ആകെ പാടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ്, ആരാധനയ്ക്കർഹനീയനാണെന്ന സന്ദേശം നൽകിയ നൂറുള്ളാഹ്, ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ചവർ സ്വർഗ്ഗവായിൽ പ്രവേശിച്ച്, സിദ്ദീഖുൽ അക്ബറെ മടിയിൽ തല വച്ച്, അന്ത്യപ്രവാചക നിദ്രയും പ്രാപിച്ച്, ചന്ദ്രവദനം കണ്ട് സിദ്ദീഖൊരു പുഞ്ചിരി തൂകുന്നുണ്ട്, പുഞ്ചിരി തൂകുന്നു, ചുറ്റിലും നോക്കുന്നു, ഓതും പഴുതുമടയ്ക്കുന്നു, പഴുതൊന്നടയ്ക്കുവാൻ ശീലത്തുണ്ടില്ല, പാദവിരൽ കൊണ്ടമർത്തുന്നു,
സമം മഹദോനവനാനുണ്ട് സുഖം ചൊരിയാനായുണ്ട് പുരാനേ ഉലകരിൽ കരുണക്കാരുണ്ട് സമം മഹദോനവനാനുണ്ട് സുഖം ചൊരിയാനായുണ്ട് പുരാനേ ഉലകരിൽ കരുണക്കാരുണ്ട് നിരാശനയാകെ പടപ്പിന്റെ നയനങ്ങൾ തുണച്ചിടുമാതുവാന്റെ വാവ് കലാമിൽ വചനങ്ങൾ അനവധി ഇറക്കി പ്രഭാ പരത്തിയ നൂറ് ഇലാഹ് ഒരുക്കിയ നിരവധി കഥകളിൽ എന്നും മജപുണരും യാ അല്ലാ യാ അല്ലാ സുന്ദരമതിലം സുലഭ വിഭവങ്ങളെ ഭൂമിയിൽ സമൃദ്ധി പകരും സകല സുഖമേകിരാത് ലോകമിൽ ഉലകം നിനക്കായി തന്നനാഥനേ ഉദാ ഉടയ തമ്പുരാന സ്നേഹം തേടി നീയും സദാ സകലവനെ സർവമനെ സകലത്തിനാനന്ദമേകുന്ന കോനെ യാ അല്ലാ യാ അല്ലാ സമം മഹദോനവരാരുണ്ട് സുഖം ചൊരിയാനായി നീയുണ്ട് പുരാനേ ഉലകരിൽ കരുണക്കാരുണ്ട്. അസ്സലാമലൈക്കും. ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ കുറിശി വീട്ടിൽ മഹ്മൂദത്വാഹ ജനിച്ചതല്ലേ യാ നബി സലാം യാ റസൂൽ സലാം ഹാത്തിബുൻ നബി അവരില്ലായിരം സലാം ഒഴിവിളങ്ങിയ മണിവിളക്കത് മദീനും അഴകെ തെളിപകർന്നിടും മഹിളകിലും മധുരതക്കനിയേ ത്വാജാനബിയെ നിധിയെ താരപ്രഭയെ തടപ്പോവിനഴകെ ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ കുറിശി വീട്ടിൽ മഹ്മൂദത്വാഹ ജനിച്ചതല്ലേ യാ നബി സലാം യാ റസൂൽ സലാം ഹാത്തിബുൻ നബി അവരില്ലായിരം സലാം. അസ്സലാമലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, നാം ഇന്ന് നബിദിനം ആഘോഷിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കാം. 1400 വർഷങ്ങൾക്ക് മുമ്പേ മക്കബു പ്രദേശത്ത് അന്ധകാരത്തിൻ്റെ അഗ്നികൾക്കെതിരെ ധർമ്മവിപ്ലവത്തിൻ്റെ പടപ്പാട്ട് പാടാൻ പ്രപഞ്ചനാഥൻ നിയോഗിച്ചവരായിരുന്നു പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ തുറന്നു പറയാൻ പറ്റുന്ന യോഗ്യതയിലായിരുന്നു അന്ത്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു അയക്കുന്നത്. പ്രവാചകന്റെ സ്റ്റാറ്റസിൽ നിരക്കാത്തതൊന്നും അള്ളാഹു നൽകിയില്ല. സത്യസന്ധത, വിനയം, നിഷ്കളങ്കത, ധർമ്മം, പവിത്രത, സഹനം എന്നിങ്ങനെയുള്ള വിശേഷങ്ങളെ നാഥൻ പ്രവാചകന് കനിഞ്ഞു നൽകി. നാട്ടുകാരെ, എന്തായിരിക്കും ആ ജീവിത മഹിമ? ആരായാലും ആദരിച്ചു പോകുന്ന പ്രകൃതിയെ സൗന്ദര്യത്തിലാക്കണമെങ്കിൽ അവിടുത്തെ വെള്ളൻ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഒരു പൂർണ്ണ മനുഷ്യന്
വേണ്ടുന്നതൊക്കെയുണ്ടോ അത് മുഴുവൻ അല്ലാഹു പ്രവാചകന് നൽകിയിട്ടുണ്ട്. ശത്രുപക്ഷത്തെ ശത്രുത പ്രവാചകൻ മുന്നിൽ മിത്രങ്ങളാവേണ്ട വന്നു. വധിക്കാൻ വന്നവർ ഇസ്ലാമിന്റെ സത്യസന്ധതയിലേക്ക് ചേക്കേറുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെതിരെ പുലമ്പുന്നവർ പ്രവാചകൻ മുന്നിൽ കീഴടങ്ങേണ്ട വന്നു. ഇങ്ങനെ ആർക്കാണ് സാധിക്കുക? ഇത്തരത്തിലുള്ള അത്ഭുത കലവറയായിരുന്നു ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ഇത്രയും പറഞ്ഞ് എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയ ഹബീബിന്റെ പാദപതിഞ്ഞൊരു പതിമണമേ പിള്ളം നനയാൻ പ്രണയമൊഴുകണ പുതുമധുമതിനെ പതികൈവതി മതിലും നനയാൻ അവിടെ കായം നനയാൻ മതിയിലെഴുതി മനസ്സിലെഴുതി മണപത്തിനൊലിയലിയായി ഒളിതെളി അയലിലെന്നു മതി അജപൊളിയ മുത്ത് റസൂലവര് ദിനം ദിനം മതിയായി വരെ ഇരന്നിടുന്നു മത് നേരിടുമോ മുത്തിമണിയ സത്യമാനത്തിന്റെ തെളിവ് സുഗന്ധ പരിവാര സനസിത വെളിയാണിടും മുതൽമാണിയാന കളി മുത്തമച്ചുകാരനെ മോഹമെന്നാവുകയാണ്. സത്യമാനത്തിന്റെ തെളിവ് സുഗന്ധ പരിവാര സനസിത വെളിയാണിടും. എന്തിനു നാട കണ്ണുകൾ കണ്ടതില്ല അഴകിനെ അവിടെയെന്ന മരുഭൂമി കണ്ടവർ സ്വഭാവം അയച്ചെന്ന ഭുവനം കാണിക്കയാകും സരിവനം പരിപറക്കും പറവകളെന്തോ ദോതിയോ ഓ ദോതിയോ വിഷുവിനയമിൽ വരികൾ ഇവന് മുളന്നതാ മുമ്പരമ്പിയ മുത്തേവിതൻ സൗദമണിടുമോ ഒളിതളി അയലിലെന്നു മതി അജപൊളിയ മുത്തു റസൂലവര് ദിനം ദിനം മതിലായി വരും ഇരന്നിടുന്നു അത് നേരിടുമോ മുത്തിന്മാലിയാറപ്പിലെ മുതൽ വെച്ച് കരണിന്റെ മോഹമെന്നാവുകയാണ്. സത്യമതത്തിന്റെ തെളിവ് സുഖത്തും പരിവാർ സരസിത വെളിയാണിടം മുത്തിമാണിയാറകളെ മുതൽ വെച്ച് കരണിന്റെ മോഹമെന്നാവുകയായി. സത്യമതത്തിന്റെ തെളിവ് സുഖത്തും പരിവാർ സരസിത വെളിയാണിടം. അസ്സലാമു അലൈക്കും. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര നടക്കുമ്പോൾ രണ്ടുപേർ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോൾ ശ്രദ്ധിക്കുന്നതാനും നബിയിലേക്ക് നിങ്ങളുടെ യാത്ര നടക്കുന്ന അമ്മ ശ്രദ്ധിച്ച വീട്ടിലൊന്നുമില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും ശ്രദ്ധിച്ച. പറഞ്ഞു, നമുക്ക് സുഹാബിന്റെ വീട്ടിൽ പോയാലോ? അവർ മൂന്നാളും പോയ സുഹാബിന്റെ വീട്ടിൽ. സുഹാബി ഈത്തപ്പായും കൊലയും കൊടുത്ത് ഒരു കത്തി കൊടുത്ത് നല്ല ആടിനെയും മുറിച്ച് ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊടുത്ത് ടൊപ്പാന്ന് പറഞ്ഞ് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തുടങ്ങി. എന്നൊരു തിരുനാട്ടിൽ മഹിമകള് ഒരു വീട്ടിൽ ആമിന ബീബി ഓമനയാൻ ആറമെ വന്നൊരു നബിയുള്ള അഹദിൻ വചനം ഓതി നബി അറിവിൻ വയും കാട്ടി നബി അഹദിൻ വചനം ഓതി നബി ആലം വളർത്താം സഭമ നബി. അസ്സലാമലൈക്കും. മുത്തേ ത്വാഹ റസൂലേ എൻ മുർത്തല താജരി നൂറേ ആ നൂറിൻ ചന്തം കാണാൻ തേടും എൻ്റെ പുരാനെ മനസ്സിൻ്റെ മുറാദൻ തോനെ
സലാം